ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജുറിസ്ട്രിക്ഷൻ ഓഫ് കോർട്ട്. കോടതികളുടെ അധികാര പരിധി എന്നാൽ എന്താണ്? ഏ ഒരുപാട് സബ് ടോപ്പിക്കുകൾ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. കോടതി എന്താണെന്ന് നമുക്കറിയാം. ലോ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സ്ഥലമാണ് കോടതി, അല്ലേ? ഗവൺമെന്റിന് 3 ഓർഗൻസ് ഉണ്ട്: ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ. ഇതിൽ ഒരു ഓർഗനാണ് ജുഡീഷ്യറി എന്നുള്ളത്. ജുഡീഷ്യറി പർപ്പസ് എന്താ? ഇന്റർപ്രറ്റിംഗ് ദി ലോ. നിയമം, ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമം, എക്സിക്യൂട്ടീവ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നിയമം, അതിന്റെ അകത്തൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കലാണ് കോടതിയുടെ ഉത്തരവാദിത്തം. ജുഡീഷ്യറിയുടെ ഓരോ ബോഡീസ് ആണ് കോടതികൾ. അപ്പൊ ഓരോ കോടതിക്കും ഓരോ അധികാര പരിധി ഉണ്ട്. ഏത് കേസും ഏത് കോടതിയിലും കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ? എന്റെ സഹോദരനെ ഒരാൾ വെട്ടിക്കൊന്നു, ദെൻ ഈ കേസ് എന്റെ അപ്പുറത്തുള്ള മുൻസിഫ് കോടതി കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ? അതോ നേരെ സുപ്രീം കോടതി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? യെസ്, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. കോമൺ ക്വസ്റ്റ്യൻ ആണിത്. ഏതൊക്കെ കേസ് ഏതൊക്കെ സ്ഥലങ്ങളിൽ കൊടുക്കണം എന്നുള്ളത്. ഓരോ കോടതികൾക്കും ഓരോ ജുറിസ്ട്രിക്ഷൻ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ മാറ്റർ വരുമ്പോൾ അതാത് കോടതികളിലോട്ട് പോകണം. അപ്പോൾ ഏതൊക്കെ മാറ്റർ ഏതൊക്കെ ഏരിയയിലുള്ള കോടതികളിൽ കൊടുക്കണം എന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മതി. ജുറിസ്ട്രിക്ഷൻ ഓഫ് കോർട്ട് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞതിലൂടെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഏത് കോടതി കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പൊ ജുറിസ്ട്രിക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ലൈഡ് ഷെയർ ചെയ്യുക. ജുറിസ്ട്രിക്ഷൻ ഓഫ് എ കോർട്ട്. Jurisdiction is the authority given to a legal body like a court to administer justice within a defined field of responsibility. Jurisdiction എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്റ്റെന്റ് ഓഫ് പവർ ആണ്. കോടതിക്ക് അധികാരം ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള ആ ഒരു അധികാരത്തിന്റെ പരിധി എവിടം വരെയാണ്. ഓരോ കോടതിക്കും, ഇപ്പോ എറണാകുളം ജില്ലാ കോടതിക്ക് അങ്ങ് ബംഗാൾ നടക്കുന്ന കാര്യങ്ങളിൽ ഡിറ്റർമിനേഷൻ നടത്താനുള്ള അധികാരം ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ. ഓരോ കോടതികൾക്കും അതിൻ്റെതായ ഒരു പവറിന്റെ എക്സ്റ്റെന്റ് ഉണ്ട്. എറണാകുളം ജില്ലാ കോടതിയുടെ എക്സ്റ്റെന്റ് എറണാകുളം ജില്ലയുടെ ടെറിട്ടറീസ് ആണ്. ആ ഒരു ബൗണ്ടറി ആണ്, അതിന്റെ അകത്തേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്കില്ല. അപ്പൊ ഓരോ കോടതിക്കും അതിൻ്റെതായ പവർ ഇംപ്ലിമെന്റ് ചെയ്യാനും ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും നൽകപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആ ഒരു ലിമിറ്റേഷൻ, ആ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്ലേസിനെയാണ് ജുറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു സർക്കിൾ എത്രയാണോ അധികാരം നിശ്ചയിച്ചു കൊടുത്തേക്കുന്നത്, ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളെയാണ് ജുറിസ്ട്രിക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റെന്റ് ഓഫ് പവർ. അധികാരം വിനിയോഗിക്കാനുള്ള അധികാരത്തിന്റെ ആ ഒരു എക്സ്റ്റെന്റ്, ഏറ്റവും മാക്സിമം പോയുള്ള ആ ഒരു സ്ഥലം, ആ ഒരു അതിർത്തി, അതിന്റെ അകത്ത് വരുന്ന ഭാഗങ്ങളെയാണ് ആ കോടതിയുടെ ജുറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഓരോ കോടതികൾക്ക് മാത്രമല്ല, ഓരോ സ്ഥാപനങ്ങൾക്കും ജുറിസ്ട്രിക്ഷൻ ഉണ്ടാവും. പോലീസ് സ്റ്റേഷനുകൾക്ക് ജുറിസ്ട്രിക്ഷൻ ഉണ്ടാവും. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന്റെ ജുറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയുടെ തൊട്ടപ്പുറം വരെയുള്ള സ്ഥലം വരെയാണ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന്റെ ജുറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ ജുറിസ്ട്രിക്ഷൻ ഉണ്ടാവും. മട്ടാഞ്ചേരി നടക്കുന്ന കേസുകൾ നോക്കുന്നത് മട്ടാഞ്ചേരി പോലീസ് ആയിരിക്കും. മട്ടാഞ്ചേരിയിൽ ജുറിസ്ട്രിക്ഷൻ നൽകപ്പെട്ടിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ആയിരിക്കുള്ളൂ. ഫോർട്ട് കൊച്ചിയുടെ അണ്ടറിൽ വരുമ്പോഴേ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ അതിന്റെ ഇനിഷ്യേറ്റീവും കാര്യങ്ങളും എടുക്കുള്ളൂ. അപ്പോൾ കോടതികൾക്കും ഇത്തരത്തിൽ ജുറിസ്ട്രിക്ഷൻ ഉണ്ട്. ജുറിസ്ട്രിക്ഷൻ മീൻസ് ദി എക്സ്റ്റെന്റ് ഓഫ് പവർ ഓഫ് എ കോർട്ട്. ഒരു കോടതിയുടെ അധികാരം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ, ജസ്റ്റിസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള പവറിന്റെ എക്സ്റ്റെന്റ് അത് എത്രയാണോ ആ ഒരു അധികാര പരിധിയെയാണ് ജുറിസ്ട്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ടു എന്റർടൈൻ എ കേസ് ദി കോർട്ട് നീഡ്സ് പവർ. ഒരു കേസ് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കോടതിക്ക് അത് എടുക്കണമെങ്കിൽ കോടതിക്ക് അത് എടുക്കാനുള്ള അധികാരം വേണം. അപ്പൊ കോടതി നോക്കണം, എനിക്ക് ഈ അധികാരം, എന്റെ ഈ ഒരു പവർ എന്റെ എക്സ്റ്റെന്റിൽ വരുന്നതാണോ എന്ന് നോക്കണം. ആ ഒരു എക്സ്റ്റെന്റിനെയാണ് ജുറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോടതിക്ക് ഒരു മാറ്ററിൽ ഡിറ്റർമിനേഷൻ നടത്താനുള്ള ഒരു പവറിന്റെ എക്സ്റ്റെന്റ്, അത് എത്രത്തോളം പരിധി വരെ ഉണ്ടോ ആ ഒരു പരിധികളൊക്കെയാണ് ആ കോടതിയുടെ ജുറിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. കോടതികൾക്ക് ഡിഫറെന്റ് ബേസിസിൽ ജുറിസ്ട്രിക്ഷൻസ് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ബേസ്ഡ് ഓൺ സബ്ജക്ട് മാറ്റർ ഉണ്ട്, ബേസ്ഡ് ഓൺ ടെറിട്ടറി ഉണ്ട്, വിച്ച് ഇസ് പെക്കുനറി മാറ്റേഴ്സിലുള്ള ജുറിസ്ട്രിക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ജുറിസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് ഓരോ സബ്ജക്ട് മാറ്റർ, ഇന്ന സബ്ജക്ട് ഇന്ന കോടതി വരും. ഉദാഹരണത്തിന് കൺസ്യൂമർ കോടതിയിൽ വരുന്ന സബ്ജക്ട് മാറ്റർ എന്തായിരിക്കും? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലുള്ള കൺസ്യൂമർ കോടതിയിൽ വരുന്നത് തീർച്ചയായും കൺസ്യൂമറിന്റെ റൈറ്റിന്റെ വയലേഷനുമായി ബന്ധപ്പെട്ട കേസായിരിക്കുള്ളൂ. കൊലപാതകം നടന്ന കേസ് കൺസ്യൂമർ കോടതി കൊണ്ടുപോയി ഫയൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം അത് ആ കോടതിയുടെ സബ്ജക്ട് മാറ്റർ അല്ല. മോട്ടോർ വെഹിക്കിൾ ട്രൈബ്യൂണൽസ് ഉണ്ട്, MACT. അവിടെ കൊണ്ടുപോയിട്ട്
ഇന്നലെ എനിക്ക് ഞാൻ വാങ്ങിച്ച ഉപ്പിൽ ഇച്ചിരി അളവ് കുറവായിരുന്നു എന്ന് പറഞ്ഞ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. MACT കൊടുക്കേണ്ട കേസ് മോട്ടോർ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട കേസാണ്. അപ്പോൾ ഓരോ കോടതികൾക്കും സബ്ജക്ട് മാറ്ററിന്റെ ബേസിസിൽ ജുറിസ്ട്രിക്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ജുറിസ്ട്രിക്ഷൻ ആണ്. ഓരോ കോടതിയുടെയും ആ സബ്ജക്റ്റിലുള്ള മാറ്റേഴ്സ് ആ കോടതി പരിഗണിക്കുള്ളൂ. ബേസ്ഡ് ഓൺ സബ്ജക്ട് മാറ്റർ ആണ്. പിന്നെ ഒന്നുണ്ട് ബേസ്ഡ് ഓൺ ടെറിട്ടറി. അധികാര പരിധിയുടെ ബേസിസിൽ ഒരു ബൗണ്ടറിയുടെ ബേസിസിൽ ജുറിസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലാ കോടതികൾക്കും മുൻസിഫ് കോടതികൾക്കൊക്കെ ബേസ്ഡ് ഓൺ ടെറിട്ടറി ആണ്. ഇപ്പൊ ഈ എറണാകുളം ജില്ലാ കോടതിക്ക് എറണാകുളം ജില്ലയുടെ ആ ഒരു ഭാഗത്താണ്, ആ ഒരു അതിർത്തിയുടെ അകത്താണ് കേസ് പരിഗണിക്കാനുള്ള അധികാരമുള്ളത്. ആലപ്പുഴയിൽ നടന്ന കേസ് എറണാകുളം കോടതിയല്ല പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ജുറിസ്ട്രിക്ഷൻ ആണ്, ബേസ്ഡ് ഓൺ ടെറിട്ടറിയിലുള്ള ജുറിസ്ട്രിക്ഷൻ ആണ്. പിന്നെ ഒന്നുണ്ട് പെക്യുനറി ജുറിസ്ട്രിക്ഷൻ. കാശിന്റെ അളവ് വെച്ചിട്ട് ജുറിസ്ട്രിക്ഷൻ നിശ്ചയിക്കപ്പെടുക. ഉറപ്പായിട്ടും ചെറിയ ചെറിയ ഒഫൻസുകളൊക്കെ നടക്കുമ്പോൾ അറൌണ്ട് 5000 അങ്ങനെ ചെറിയൊരു എമൗണ്ട് ഉണ്ട്. അതിന്റെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യപ്പെടും. ഇത്ര രൂപ വരെ ഫൈൻ കിട്ടാവുന്ന ഒഫൻസുകൾ നടക്കുന്നത് ഏറ്റവും താഴെയുള്ള എവിടെയായിരിക്കും? സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിലായിരിക്കും. ഫൈനിന്റെ എമൗണ്ട് ഇച്ചിരി കൂടെ കൂടുമ്പോൾ അത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് ആ കേസ് എടുക്കാൻ പറ്റും. ഫൈനിന്റെ എമൗണ്ട് വീണ്ടും 50,000 രൂപയിലേക്ക് എത്തുമ്പോൾ അത് സെഷൻസ് കോർട്ടിലോട്ട് എത്തും. അതിന്റെ അപ്പുറത്തോട്ട് അഡീഷണൽ സെഷൻസ് കോർട്ടിലെത്തും. പിന്നെ വലിയ വലിയ മാറ്റേഴ്സ് ആകുമ്പോൾ സെഷൻസ് കോർട്ടിലോട്ടാവും. അങ്ങനെ പൈസയുടെ അളവിന്റെ ബേസിസിൽ ജുറിസ്ട്രിക്ഷൻ വെട്ടിച്ചുരുക്കപ്പെടുന്ന കോടതികളൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും താഴെയുള്ള സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന് എനിക്ക് തോന്നുന്നു 3000 എന്താന്ന് തോന്നുന്നു. അതിന് താഴെ വരുന്ന ഫൈൻ മാറ്റേഴ്സ് മാത്രമേ കോടതിക്ക് ആ കേസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പെക്യുനറി സാമ്പത്തികമായിട്ടുള്ള കണക്കും വെച്ചുകൊണ്ട് ജുറിസ്ട്രിക്ഷൻ നിശ്ചയിക്കപ്പെടാറുണ്ട്. പ്രധാനമായും ഈ 3 ജുറിസ്ട്രിക്ഷൻ ആണുള്ളത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ടെറിട്ടറിയുടെ ബേസിസിലാണ്. ഹൈക്കോടതി കേരള എന്ന ടെറിട്ടറിയുടെ അകത്ത് വരുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടിയാണ് കേരള ഹൈക്കോർട്ട്. ഒപ്പം ലക്ഷദ്വീപിനും കൂടിയാണ് കേരള ഹൈക്കോർട്ട്. തമിഴ്നാട് എന്ന് പറയുമ്പോൾ തമിഴ്നാട് സ്റ്റേറ്റിന് വേണ്ടിയാണ് എവിടെ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട് ഹൈക്കോർട്ട്. കർണാടക എന്ന് പറയുമ്പോൾ കർണാടക. അങ്ങനെ ഓരോരോ സ്റ്റേറ്റിന്റെ ടെറിട്ടറിയുടെ ബേസിസിലാണ് ഓരോരോ ഹൈക്കോടതികൾ ഉള്ളത്. സുപ്രീം കോടതി ഉള്ളത് ഇന്ത്യ എന്ന മൊത്തം ടെറിട്ടറിക്ക് വേണ്ടിയാണ്. അപ്പോ വ്യത്യസ്തമായ കോടതികൾ ഓരോ കാര്യങ്ങളുടെ ബേസിസിലും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യപ്പെടും എന്ന് മെൻഷൻ ചെയ്യുക. സബ്ജക്ട് മാറ്റർ, ടെറിട്ടറി, പെക്യുനറി. അതിൽ ഒന്നാമത്തെയാണ് സബ്ജക്ട് മാറ്റർ. സബ്ജക്ട് മാറ്റർ മീൻസ് ദി സബ്ജക്ട് വിച്ച് ഇസ് ഇൻ ക്വസ്റ്റ്യൻ. കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ ഏതൊരു മാറ്റർ ആണോ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. തക്കാളി വാങ്ങിച്ചപ്പോൾ തക്കാളി കേടായ തക്കാളി ആയിരുന്നു. ദെൻ ദിസ് ഇസ് എ മാറ്റർ വിച്ച് ഇസ് ക്വസ്റ്റ്യൻഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കേസ്. ആ ക്വസ്റ്റ്യൻ എന്താണ്? തക്കാളിയുമായി ബന്ധപ്പെട്ട കൺസ്യൂം ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട മാറ്റർ ആണ്. അപ്പൊ ഈ സബ്ജക്ട് മാറ്റർ ദി കോർട്ട് ഹാസ് ദി അതോറിറ്റി ടു ഹിയർ ദി ടൈപ്പ് ഓഫ് കേസ് ഓർ കോൺട്രവേഴ്സി ഇനിഷ്യേറ്റഡ് ഇൻ ദി കോർട്ട്. കോടതിക്ക് എന്താ അധികാരമുണ്ട്? ആ കോടതിയുടെ അകത്ത് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന കേസുകൾ കേൾക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. അപ്പൊ അതിനു മുന്നേ ആ ഒരു സബ്ജക്ട് മാറ്റർ ആ ഒരു കോടതിയുടെ ജുറിസ്ട്രിക്ഷന്റെ അണ്ടറിൽ വരുന്നതാണോ ഇല്ലയോ എന്ന് പരിഗണിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ദി കോർട്ട് ഗോസ് ത്രൂ ദി സബ്ജക്ട് മാറ്റർ വിച്ച് ഇസ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ദിസ് കേസ്. സബ്ജക്ട് മാറ്റർ ഏതാണ്, എന്താണ് ഈ കേസിന്റെ അകത്ത് വരാൻ പോകുന്ന സബ്ജക്ട് മാറ്റർ എന്ന് പരിശോധിക്കണം. ഇറ്റ് ക്യാൻ ബി സിവിൽ ഓർ ക്രിമിനൽ. ചിലപ്പോൾ അത് ക്രിമിനലോ സിവിലോ ആയിരിക്കാം. മറ്റൊരാള് പൈസ വാങ്ങിച്ച് പറ്റിച്ചു, സിവിൽ മാറ്റർ ആയിരിക്കും. ചിലപ്പോ ഒരാള് മറ്റൊരാളെ തല്ലി കാലൊടിച്ചു, അപ്പൊ ക്രിമിനൽ മാറ്റർ ആയിരിക്കും. അപ്പൊ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്രിമിനൽ ആണോ സിവിൽ ആണോ എന്ന് നിശ്ചയിച്ചിട്ട് വേണം കോടതി ആ കേസ് എന്റർടൈൻ ചെയ്യാൻ. അപ്പൊ സിവിൽ കോടതികളിൽ സിവിൽ നേച്ചറുള്ള കേസസേ കൊടുക്കാൻ പറ്റുള്ളൂ. സിവിൽ മാറ്റർ ആയിട്ടുള്ള, സിവിൽ സബ്ജക്ട് മാറ്റർ ആയിട്ടുള്ള കേസുകളെ സിവിൽ കോടതികൾ എടുക്കുകയുള്ളൂ. ക്രിമിനൽ നേച്ചറുമായി ബന്ധപ്പെട്ട കേസുകളെ ക്രിമിനൽ കോടതി എടുക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം കോടതി നോക്കേണ്ടത് അത് സിവിൽ നേച്ചർ ആണോ ക്രിമിനൽ നേച്ചർ ആണോ എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ദിസ്, ഇത് മനസ്സിലാക്കിയത് ശേഷം ദി കോർട്ട് വിൽ ഡിസൈഡ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി കേസ്. കോടതി തീരുമാനിക്കും ഇത് കേസ് എടുക്കണോ വേണ്ടയോ, സിവിൽ ആണോ ക്രിമിനൽ ആണോ എന്ന്. എന്നിട്ട് കോടതി എന്ത് ചെയ്യും? അത് സിവിൽ കോടതി ആണെങ്കിൽ സിവിൽ കേസ് ആണെങ്കിൽ എടുക്കും, ക്രിമിനൽ കേസ് ആണെങ്കിൽ തള്ളിക്കളയും. ക്രിമിനൽ കോടതി കൊണ്ട് ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോ സബ്ജക്ട് മാറ്ററിന്റെ ബേസിസ് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സിവിലും ഉണ്ട്, ക്രിമിനലും ഉണ്ട്. സിവിൽ മാറ്റേഴ്സ് എന്താ? സിവിൽ ആയിട്ടുള്ള ഒഫൻസുകൾ. ജുറിസ്ട്രിക്ഷൻ വിച്ച് ഇസ് എക്സ്പ്ലെയിൻഡ് അണ്ടർ CPC. CPCയുടെ ജുറിസ്ട്രിക്ഷനിൽ വരുന്ന സിവിൽ പ്രൊസീജിയർ കോഡിന്റെ ആ ഒരു സബ്ജക്റ്റിന്റെ കീഴിൽ വരുന്ന ഒരു മാറ്റേഴ്സിനെയാണ് സിവിൽ ജുറിസ്ട്രിക്ഷന്റെ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായിരിക്കും സിവിൽ കോടതികൾ എടുക്കുക. ക്രിമിനൽ ജുറിസ്ട്രിക്ഷൻ എന്താ? CRPC. ഇപ്പൊ പേര് മാറ്റിയിട്ടുണ്ട്, BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതുമായി ബന്ധപ്പെട്ട് മാറ്റേഴ്സ്, ആ ഒരു സബ്ജക്റ്റിന്റെ കീഴിൽ വരുന്ന മാറ്റേഴ്സ് ഹിയർ ചെയ്യുന്നത് ക്രിമിനൽ കോടതികളായിരിക്കും. അടുത്ത ഒരു ജുറിസ്ട്രിക്ഷൻ ആണ് ജുറിസ്ട്രിക്ഷൻ ബേസ്ഡ് ഓൺ എ ടെറിട്ടറി. ദിസ് ഇസ് ദി ടൈപ്പ് ഓഫ് ജുറിസ്ട്രിക്ഷൻ ദാറ്റ് മെനി പീപ്പിൾ തിങ്ക് ഓഫ് വെൻ they think of jurisdiction. It involves geographic boundaries of a court can act over. അതെ, ടെറിട്ടറി
ന്റെ ബേസിസിലുള്ള ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് നിശ്ചയിച്ചുകൊണ്ടുള്ള ജുറിസ്ഡിക്ഷൻ ആണ്. ഓരോ കോടതിക്കും, ഉദാഹരണത്തിന് എറണാകുളം കോടതിക്ക് എറണാകുളം ടെറിട്ടറി, അതേപോലെ ഓരോ കോടതിക്കും അതിൻ്റെതായ ടെറിട്ടറി ഉണ്ട്. കേരള ഹൈക്കോടതിന് കേരള, അങ്ങനെ ആ ടെറിട്ടറിയുടെ ബേസിസിൽ അധികാരം നിശ്ചയിച്ച് കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കോടതിയുടെ ആ ഒരു ജുറിസ്ഡിക്ഷനാണ് ജുറിസ്ഡിക്ഷൻ ബേസ്ഡ് ഓൺ ടെറിട്ടറി എന്ന് പറയുന്നത്. പിന്നെ ഒന്നാണ് പെക്യുനറി ജുറിസ്ഡിക്ഷൻ, ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. എമൗണ്ട് വാല്യൂയുടെ ബേസിസിലൊക്കെ പെക്യുനറി മീൻസ് money matters. It is based on the amount claimed in the suit. A large number of civil cases are classified on the basis of peculiarity. ഇപ്പോ കൺസ്യൂമർ കോടതികൾ തന്നെയാണെങ്കിലും 1 കോടി രൂപയുടെ താഴെ വരുന്ന കേസസ് ഒക്കെ ജില്ലാ കൺസ്യൂമർ കോടതിയിൽ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. 1 കോടി ടു 5 കോടി വരെയുള്ള മാറ്റേഴ്സ് സ്റ്റേറ്റിന്റെ കൺസ്യൂമർ കോടതി ഫയൽ ചെയ്യാം. 5 കോടിയുടെ അപ്പുറത്തോട്ടുള്ള മാറ്റേഴ്സ് വേണം എവിടെ പോവാൻ, നാഷണലിൽ പോവാൻ. അപ്പൊ ഇതൊക്കെ പെക്യുനറി ബേസിസിലാണ്. ഇപ്പൊ എറണാകുളം ജില്ലയിൽ എന്നെ ഒരാള് 10 കോടി രൂപയുടെ കാര്യം പറഞ്ഞ് പറ്റിച്ചു. അപ്പൊ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നാഷണലിൽ പോവാം. അപ്പൊ ഇതെന്തിന്റെ ബേസിസിലാണ്? പെക്യുനറി ജുറിസ്ഡിക്ഷൻ ആണ്. എമൗണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എമൗണ്ടിൽ ഇത്ര രൂപ താഴെയാണെങ്കിൽ ജില്ലാ കോടതി, ഇതിന് മുകളിലാണെങ്കിൽ സ്റ്റേറ്റിന്റെ കൺസ്യൂമർ കോടതി, അതിന്റെ മുകളിലാണെങ്കിൽ നാഷണൽ കൺസ്യൂമർ കോടതി. ഇത് പെക്യുനറിയുടെ ബേസിസിൽ വിതരണം ചെയ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യപ്പെട്ടുള്ള ജുറിസ്ഡിക്ഷൻസ് ആണ്. പിന്നെ ഒരു ജുറിസ്ഡിക്ഷൻ ആണ് ഒറിജിനൽ ആൻഡ് അപ്പല്ലറ്റ് എന്നുള്ളത്. ഇതും ജുറിസ്ഡിക്ഷൻ എന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട് ആദ്യമായിട്ട് വരുന്ന ഒറിജിനൽ കേസസ്. ഒരു കോടതിയിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന കേസിനെയാണ് ആ കോടതിയുടെ ഒറിജിനൽ ജുറിസ്ഡിക്ഷനിലെ കേസ് എന്ന് പറയുക. ഞാൻ എറണാകുളം ജില്ലാ കോടതിയാണ്. ഒരു മർഡർ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ അടുത്തായിരിക്കും ആദ്യം വരുന്നത്. ദാറ്റ് കേസ് ഇസ് മൈ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ. എറണാകുളം ജില്ലാ കോടതി ഞാനൊരു ഡിറ്റർമിനേഷൻ നടത്തി, ഇന്നാള് പ്രതി മറ്റേയാള് കുറ്റവിമുക്തനാണെന്ന് പറഞ്ഞ ഡിറ്റർമിനേഷൻ നടത്തിയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇത് പാർട്ടീസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവര് അപ്പീൽ പോകും. അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ രണ്ടാമത് ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകും. അപ്പൊ ആ ഹൈക്കോടതിയുടെ ജുറിസ്ഡിക്ഷനെയാണ് അപ്പല്ലറ്റ് ജുറിസ്ഡിക്ഷൻ. അതായത് കീഴിൽ ഒരു കോടതി, താഴെയുള്ള ഒരു കോടതി ഒറിജിനൽ മാറ്ററായി കേട്ടതിന് ശേഷം രണ്ടാമത് മേളിലോട്ട് അപ്പീലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അപ്പല്ലറ്റ് ജുറിസ്ഡിക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മാറ്റർ കോടതി ആദ്യമായി പരിഗണിക്കുമ്പോൾ അതിന് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്നും, അത് കേട്ട് രണ്ടാമത്തെ കോടതിയിലോട്ട് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ രണ്ടാമത്തെ കോടതിയിലോട്ട് അപ്പീൽ നൽകപ്പെട്ട് വരുന്ന കേസസിനെ പരിഗണിക്കുമ്പോൾ ആ കോടതിയെ പറയുന്നത്, ആ കോടതിയെ അവരുടെ അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ പരിഗണിക്കുന്നു എന്നാണ്. The jurisdiction of a court may be original or appellate. In the exercise of original jurisdiction, the court may entertain the original suit. ഒറിജിനൽ ജുറിസ്ഡിക്ഷനിൽ കോടതി ആദ്യമായിട്ട് ഒറിജിനൽ ഒരു സ്യൂട്ട് കേൾക്കുകയായിരിക്കും. അപ്പീലായിട്ട് വന്നതൊന്നുമല്ല, ഡയറക്റ്റ് ഫസ്റ്റ് വരുന്ന കേസ് ആയിരിക്കുള്ളൂ. ആ കേസ് പരിഗണിക്കുന്ന ആ ഒരു ജുറിസ്ഡിക്ഷനെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്നാണ് പറയുന്നത്. If a person is launching a case, it is called as the original suit. When a matter for the very first time which is not discussed in any court, അത് മറ്റേതെങ്കിലും കോടതി കേൾക്കാതെ ആദ്യമായിട്ട് ഒരു കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ ആ ഒരു കേസിനെയാണ് ഒറിജിനൽ ജുറിസ്ഡിക്ഷന്റെ കേസ് എന്ന് പറയുന്നത്. Whereas in appellate jurisdiction, the case has already been discussed. Appellate jurisdiction എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഒരു കോടതി ഓൾറെഡി കേട്ടതാണ് in the lower court and the case has come before the court as appeal. ഇതിന് മുകളിലുള്ള കോടതിയിൽ അപ്പീലായിട്ട് വന്നതാണ്. അപ്പോൾ അപ്പീലായിട്ട് വരുന്ന കേസസ് പരിഗണിക്കുമ്പോൾ ആ കോടതിയുടെ ജുറിസ്ഡിക്ഷനെ അപ്പല്ലറ്റ് ജുറിസ്ഡിക്ഷൻ എന്നാണ് പറയുന്നത്. ഒറിജിനൽ ആൻഡ് അപ്പല്ലറ്റ് ജുറിസ്ഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. സുപ്രീം കോടതിക്ക് പ്രധാനമായും 3 ജുറിസ്ഡിക്ഷൻസ് ഉണ്ട്. ഒറിജിനൽ ഉണ്ട്, അപ്പല്ലറ്റ് ഉണ്ട്, അഡ്വൈസറി ഉണ്ട്. ഇത് കൂടാതെയും ജുറിസ്ഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും ഈ 3 ജുറിസ്ഡിക്ഷൻ ആണ്. ഒറിജിനൽ ജുറിസ്ഡിക്ഷനെ പറ്റി പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 131 അപ്പല്ലറ്റ് ജുറിസ്ഡിക്ഷനെ പറ്റി പറയുന്നത് 132, 133, 134, 135 പറയുന്ന ആർട്ടിക്കിൾസിലാണ്. പിന്നെ അഡ്വൈസറി ജുറിസ്ഡിക്ഷനെ പറ്റി പറയുന്നത് 143. അപ്പൊ ഇത്ര ജുറിസ്ഡിക്ഷൻ ആണ് സുപ്രീം കോടതിക്കുള്ളത്. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്താ? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് എ കോർട്ട് refers to a matter for which the particular court. സുപ്രീം കോടതിക്ക് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്. അതായത് സുപ്രീം കോടതിയിൽ മാത്രമേ ചില കേസസ് ഫസ്റ്റ് ആയിട്ട് പോലും അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതേതാണ്? അത് ഏതൊക്കെയാണെന്നാണ് താഴെ നോക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾ 131 ആ മാറ്റേഴ്സിനെ പറ്റി പറയുന്നത്. എനി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ്. ഇന്ത്യൻ ഗവൺമെന്റും സ്റ്റേറ്റും തമ്മിൽ ഡിസ്പ്യൂട്ട് വന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സ്റ്റേറ്റും ഒരു വശത്ത്, അപ്പുറത്തെ വശത്ത് മറ്റു സ്റ്റേറ്റുകൾ, അല്ലെങ്കിൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ പരസ്പരം അടിയായി, ഇങ്ങനെയുള്ള കേസസ് വരുമ്പോൾ ഈ കേസസ് ഒക്കെ അതാത് സ്റ്റേറ്റിലെ കോടതികളിലൊന്നുമല്ല പോകേണ്ടത്, ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ പോകേണ്ടത് സുപ്രീം കോടതിയിലാണ്. അപ്പൊ ഈ മാറ്റേഴ്സ് ഒക്കെ സുപ്രീം കോടതിയിൽ വരുമ്പോൾ സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. ഒറിജിനൽ ജുറിസ്ഡിക്ഷന്റെ അണ്ടറിൽ വരുന്ന കേസിന്റെ മാറ്റേഴ്സ് ആണ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ്, സെൻട്രൽ
ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ് ഇൻ വൺ സൈഡ്, വൺ ഓർ മോർ സ്റ്റേറ്റ് ഇൻ അനദർ സൈഡ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ടു ഓർ മോർ സ്റ്റേറ്റ് പരസ്പരം അടിയുണ്ടാവുക. ഇതൊക്കെയാണ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ടിൽ വരുന്നത്. 131 ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പല്ലറ്റ് ജുറിസ്ഡിക്ഷൻ എന്താ? ഓൾറെഡി ഹൈക്കോടതികൾ കേട്ട കേസസ് അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ വരുമ്പോൾ സുപ്രീം കോടതി അത് പരിഗണിക്കും. അപ്പോ സുപ്രീം കോടതിയുടെ ജുറിസ്ഡിക്ഷനെ പറയുന്ന പേരാണ് അപ്പല്ലറ്റ് ജുറിസ്ഡിക്ഷൻ. എന്താണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ? ആർട്ടിക്കിൾ 143 പ്രകാരം ബില്ല് ഒരു ബില്ല് നിയമമാവുന്നത് എപ്പോഴാണ്? ഒരു ബില്ല് ആക്ട് ആവുന്നത് എപ്പോഴാണ്? അത് പാർലമെന്റ് ഇരുസഭകളും ലോക്സഭ രാജ്യസഭ പാസ്സാക്കിയിട്ട് പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണ്. അപ്പൊ ബില്ലില് ഒരു നിയമം ഉണ്ടാക്കുന്ന നിർവഹണത്തിൽ അത്യധികം കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ് പ്രസിഡന്റിന്റെ ഒപ്പ് എന്നുള്ളത്. അപ്പൊ പ്രസിഡന്റിന് ലീഗലി ആയിട്ടുള്ള നോളജ് എല്ലാം തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു നിയമം വരുമ്പോൾ ഇത് ഒപ്പിടേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ ബില്ലിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ട അവസ്ഥ വരും. അപ്പൊ ഈ സമയത്ത് പ്രസിഡന്റിന് എന്ത് ചെയ്യാം? നിയമോപദേശം ചോദിക്കണമെങ്കിൽ സുപ്രീം കോടതിയോട് ചോദിക്കാം, ഈ വിഷയത്തിൽ ഒരു ഉപദേശം തരാൻ, ഈ വിഷയത്തിൽ എന്താണെന്ന് പറഞ്ഞുതരാൻ സുപ്രീം കോടതിയോട് ആരായാം, ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ സുപ്രീം കോടതി പ്രസിഡന്റിന്റെ അഡ്വൈസിന് ഉത്തരം കൊടുക്കുന്ന ആ ഒരു മാറ്ററിനെയാണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ നിർവഹിക്കുന്നു എന്ന് പറയുന്നത്. അണ്ടർ ദിസ് ദി പ്രസിഡന്റ് ക്യാൻ റിക്വസ്റ്റ് ദി സുപ്രീം കോർട്ട് ടു ഓഫർ ഇറ്റ്സ് ഒപ്പീനിയൻ. ഒപ്പീനിയൻ ചോദിക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഓഫ് ആക്ട് ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതി ഒപ്പീനിയൻ കൊടുക്കുന്ന ആ ഒരു ജുറിസ്ഡിക്ഷൻ, ആ ഒരു മാറ്ററിനെ സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ടു ദി പ്രസിഡന്റ് എന്ന് വിളിക്കാം. റിവ്യൂ ജുറിസ്ഡിക്ഷൻ ഉണ്ട്, അതൊന്നും അത്രയധികം ഇമ്പോർട്ടന്റ് അല്ല. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി സുപ്രീം കോടതി പറഞ്ഞൊരു മാറ്ററിനെ ഒന്നുകൂടെ പുനർപരിശോധന നടത്തുക, അതും സുപ്രീം കോടതിയുടെ ഒരു ജുറിസ്ഡിക്ഷൻ ആണ്. അതിനാണ് റിവ്യൂ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർ ആർട്ടിക്കിൾ 137 ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജുറിസ്ഡിക്ഷൻ റിറ്റ് ജുറിസ്ഡിക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 32 പ്രകാരം നമുക്ക് സുപ്രീം കോടതിയിൽ റിറ്റുകൾ ഫയൽ ചെയ്യാം, റിറ്റുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. അണ്ടർ ആർട്ടിക്കിൾ 32 ക്ലോസ് 2 സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിറ്റുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ, കൊവാറന്റോ പോലുള്ള റിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന കോടതിയുടെ ജുറിസ്ഡിക്ഷനെയാണ് റിറ്റ് ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ വി കൺക്ലൂഡ്, ഇതാണ് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ജുറിസ്ഡിക്ഷൻ. റിറ്റ് ജുറിസ്ഡിക്ഷൻ, റിവ്യൂ, അപ്പല്ലറ്റ്, ഒറിജിനൽ, അഡ്വൈസറി. ഇത് കൂടാതെ ഒറിജിനൽ ആൻഡ് അപ്പല്ലറ്റ് എന്താണെന്ന് എഴുതണം. സബ്ജക്ട് മാറ്ററിന്റെ ബേസിസിലുള്ള ജുറിസ്ഡിക്ഷൻ, ടെറിട്ടറിയുടെ ബേസിസിലുള്ള ജുറിസ്ഡിക്ഷൻ ആൻഡ് പെക്യുനറിയുടെ ബേസിസിലുള്ള ജുറിസ്ഡിക്ഷൻ, കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് അടിപൊളിയായിട്ട് എക്സാമിന് ചോദിച്ചാൽ എഴുതുക. സോ ഹിയർ വി കൺക്ലൂഡ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.